അച്ഛാ വേറൊരു കാര്യം വെച്ചാ, ആ. ഈ ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പം അവനവൻ്റെ പ്രായത്തിനോടൊപ്പം മിണ്ടണമെന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ സമൂഹത്തിൽ, സൊസൈറ്റി അങ്ങനെ എന്തോ പറയുന്നത്. അത് റോങ് കൺസെപ്റ്റാണ്. അത് സൊസൈറ്റിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. സൊസൈറ്റിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പം ഈ വളർന്നു വരുന്നു, അപ്പം അവൻ എന്തെങ്കിലും അവൻ്റെ പ്രായത്തിന് വിട്ട് ഇപ്പം 14, 15, 16 വയസ്സ് ഇളയവരോടൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ ഈ ചെറുക്കന് പക്വതയില്ല അങ്ങനെ. അപ്പോൾ അവരുടെ ആ സ്വഭാവം അവന് കിട്ടുമെന്നുള്ളൊരു പേടി, അങ്ങനെ ചിലരുടെ അനുഭവങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റും, പിന്നെ എന്താ പറയുക, പിള്ളേരോട് ഇപ്പം പിള്ളേരെ അങ്ങ് അവഗണിച്ച് മാറ്റുന്ന ഒരു ഇത്, പിള്ളേരോട് മിണ്ടരുത്, അവനവൻ്റെ പ്രായത്തിനനുസരിച്ചേ മിണ്ടാവൂ, ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും വളരെ വളരെ ശോചനീയമായൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പം ജോയൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ മോനാണ്. ഒറ്റ മോനായതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും. ജോയൽ കൂടുതലും കണക്റ്റഡ് ആയിരിക്കുന്നത് അപ്പനോ അമ്മയോ കസിൻസോ പിന്നെ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ടായിരിക്കും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത്. ഒബ്വിയസ്ലി അത് പ്രായക്കൂടുതലുള്ള വ്യക്തികളായിരിക്കും ആകും. ഓക്കെ, അപ്പോൾ ജോയലിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പക്വതയുടെ ഒരു രൂപഭാവം വരും. എന്തുകൊണ്ടാണ്? ഈ ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ. മറിച്ച് ജോയലിന് കുറേ കസിൻസ് ഉണ്ടെന്നിരിക്കട്ടെ, എല്ലാം എളുപ്പമായിട്ടുള്ള വളരെ കുഞ്ഞു പിള്ളേരാണെന്നുണ്ടെങ്കിൽ, ജോയലിന് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം വീട്ടിലുണ്ടെങ്കിൽ, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയാണെന്നുണ്ടെങ്കിൽ, തിരിച്ചാണ് ഈ കുഞ്ഞുങ്ങളോട് സഹകരിച്ച് നമ്മുടെ മൈൻഡും ഒരു കുട്ടിത്വമുള്ള നല്ല ഡൈനാമിക് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു മൈൻഡായിട്ട് നമ്മുടെ മൈൻഡ് മാറും. അപ്പോൾ നമ്മൾ ആരുമായിട്ടാണോ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത്, ആ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിനകത്ത് ഒരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ചേഞ്ചായിട്ട് വരാനായിട്ട് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ള ആൾക്കാർ യങ്സ്റ്റേഴ്സുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്നത്. കാരണം എന്താ, അടുത്തവർക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ആ ജനറേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അങ്ങ് ജനറേഷനുമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, കോപ്പപ്പ് വേണം, അവരുമായിട്ട് കൂടുതൽ സഹകരിക്കണം. എന്നാലേ അവരിലേക്ക് ആശയങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ അവർ കൂടുതലും മമ്മൂട്ടി, മോഹൻലാലൊക്കെ യങ്സ്റ്റേഴ്സുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കും. ഓക്കെ, സോ ഈ പറഞ്ഞ സൊസൈറ്റി പറഞ്ഞ ഈ കൺസെപ്റ്റ് അപ്പോൾ തെറ്റായിട്ട് വരും, ഇല്ലേ? സോ നമ്മൾ ഡൈനാമിക് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ ചങ്ങാത്തം കൂടണം. അല്ല, നമ്മൾ വളരെ പക്വതയുള്ള ഒരു റിസർവ് ടൈപ്പായിട്ടുള്ള ഒരാളായിട്ട് മാറാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൂപ്പനമ്മമാരോടും കൂടുതൽ സഹകരിക്കേണ്ടി വരും. ഓക്കെ, സമപ്രായക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് കൂടെ നമ്മൾ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഗെയിനൊന്നുമില്ല, ഒട്ടുമില്ല, പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും കിട്ടുന്നില്ല. സോ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാ മേഖലയിലുള്ള വ്യക്തികളുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് ഞാൻ പറയും. കാരണം മേൽത്തട്ടിലുള്ള ആൾക്കാരുമായിട്ടും ലോ തട്ടിലുള്ള ആൾക്കാരുമായിട്ടും സമപ്രായക്കാരായിട്ടും കുറഞ്ഞകാരായിട്ടും കൂടിയ ആൾക്കാർ എല്ലാവരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായിരിക്കും എപ്പോഴും ഹെൽത്തി. ഞാൻ അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് എടുത്തു പറയുന്ന ഇൻറ്റിമസിയിലുള്ള ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല. ഞാൻ എല്ലാവരുമായിട്ട് നല്ലൊരു ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ, അതാണ് ഹെൽത്തി. അതായത് കൂടുതൽ നമ്മളിലേക്ക് സ്വാധീനം ചെലുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് എന്നാൽ എല്ലാവരുമായിട്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അത് ചെറുപ്പക്കാരും കുട്ടികളും പ്രായമായവരും ഒക്കെ അതിനകത്ത് ഉണ്ടാവും. മനസ്സിലായി. അപ്പോൾ എപ്പോഴും സൊസൈറ്റി പറയുന്നത് അവരുടെ ലെൻസിലൂടെയുള്ള കാര്യങ്ങളെ സൊസൈറ്റി പറയുള്ളൂ. സൊസൈറ്റി നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷേ സൊസൈറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. നമുക്ക് സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാം. എപ്പോഴാണോ സൊസൈറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫെയിലിയറാണ്. എപ്പോഴാണോ നമ്മൾ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സക്സസ് ആകും. അപ്പോൾ ഒരു വ്യക്തി സക്സസ് ആണോ ഇല്ലയോ എന്നുള്ളത് ഇത് മാത്രം നോക്കിയാൽ മതി. സൊസൈറ്റിയാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ അവൻ അട്ടർ ഫെയിലിയറാണ്. മനസ്സിലായി. ഒരു വ്യക്തി സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അവൻ്റെ ലൈഫ് സക്സസ് ആയിരിക്കും. മനസ്സിലായി. അതൊരു സീക്രട്ട് കോഡാണ്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, എന്ത് പറഞ്ഞാലും സൊസൈറ്റി എന്ത് പറയും, സൊസൈറ്റി എന്ത്, ആൾക്കാരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. എൻ്റെ പേരൻസ് ഒരു വലിയ എക്സാമ്പിളാണ്. അവരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. അതെ, അത് സത്യമാണ്. പേടിയാണ്. സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കാനായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറണം. നമ്മൾ സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കേണ്ടവരല്ല, നമ്മൾ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് ജീവിക്കേണ്ടവരാണ്. നമ്മൾ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അവർ നിങ്ങോട്ടുള്ള ഇൻഫ്ലുവൻസ് എടുക്കരുത്.
അച്ഛാ ഞാൻ പൊതുവേ എന്ന് വെച്ചാൽ എൻ്റെ എന്തുവാ കുട്ടിക്കാലത്താണെങ്കിൽ ഈ വലിയവരാണെങ്കിൽ അവരുടെ ഒരു എൻ്റെ ദേശത്തെ ഒരു വലിയവരെന്ന് പറഞ്ഞ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ഗ്രൂപ്പുണ്ട്, അവരിലേക്ക് ആരും അടുപ്പിക്കത്തില്ലായിരുന്നു. അത് അവസാനം അവർ പറഞ്ഞു അത് ഞങ്ങൾ ചെയ്ത തെറ്റാന്ന്. അവർ 2 വർഷം മുമ്പ് അവർ സമ്മതിച്ചതാണ്. എൻ്റെ കൊച്ചി അവരുടെ എൻ്റെ ടോപ്പ് സീനിയേഴ്സൊക്കെ എന്നെ അംഗീകരിക്കത്തില്ല തന്നെ എന്ന് വെച്ചാൽ അവരുടെ ഗ്രൂപ്പിനെ മാത്രമേ അവർ ഉൾക്കൊള്ളുന്നത്. വെളിയിൽ നിന്ന് ഒരുത്തനെ എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്നകത്താണെങ്കിൽ തന്നെ എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കുട്ടികൾ ഒരാളാണെങ്കിൽ തന്നെ അവർ അടുപ്പിക്കത്തില്ല. അപ്പോൾ അത് അവസാനം വളർന്ന് എന്നെ മാറ്റി നിർത്തി. അപ്പം പിന്നെ എൻ്റെ വീടിന് അടുത്തുള്ള എല്ലാം എന്നെക്കാൾ 2 വയസ്സ് എളുപ്പം, 5 വയസ്സ് എളുപ്പം, 7 വയസ്സ് എളുപ്പം, 7-8 വയസ്സ് എളുപ്പം, അത്രയും വരെ ഉള്ളൊരു പിള്ളേരാണ്. അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകാർ അവരങ്ങായി. പിന്നെ അവരുടെ കൂടെ ആയിരുന്നു മൊത്തം ആ ഒരു ഇത്. അപ്പോൾ അങ്ങനെ വെച്ച് തുടങ്ങി ആ ഒരു കുട്ടിത്വം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ കിടക്കണം. ആ കുട്ടിത്വമാണ് ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ അങ്ങനത്തെ സംഭവം, ഫാൻറ്റസി വേൾഡ് അങ്ങനെ എനിക്കൊരു ഇത് തന്നത്. അപ്പം ഇപ്പോഴും പക്ഷേ ഇപ്പോഴാണ് അതൊരു ഗുണമായി. ഇപ്പം 2-3 വർഷം മുമ്പ് അവരങ്ങ് അവരുടെ സ്ട്രാറ്റജി മാറ്റി പ്രായക്കുറവുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, അവരവരുടെ കൂടെ നിർത്താൻ തുടങ്ങി, അവരവരുടെ ഒരു ഗ്യാങ് മെമ്പേഴ്സിൽ അവരും ആഡ് ചെയ്തു. അപ്പം വേറൊരു സംഗതി അവിടെ രൂപപ്പെട്ടു. അപ്പം പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പം ഒറ്റയ്ക്ക് വന്നു, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വഴി വെട്ടി. അപ്പോൾ എനിക്കപ്പം ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും പോകുന്നില്ല, പോയി കൂട്ടുകെട്ടൊന്നും എടുക്കുന്നില്ല. ഇങ്ങോട്ട് പറഞ്ഞതുപോലെ അവസാനം അങ്ങോട്ട് പോകാതെ തന്നെ ഇങ്ങോട്ടെല്ലാം വരാൻ തുടങ്ങി. കുട്ടികളാണെങ്കിൽ തന്നെ അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അല്ല ആഗ്രഹിക്കാത്തവർ പോലും പലരും വരുന്നുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം അവർക്കില്ല, പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കുറേ മിറക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നു. സോ അത് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടല്ലേ. അതെ അതെ, നമ്മുടെ ചേഞ്ചാണ് അവിടെ റിഫ്ലക്ഷൻ അവിടെ റിഫ്ലക്ഷൻ ഉണ്ടാക്കിയത്. അങ്ങനെയാകണം ഈ സ്വാധീനം പോകേണ്ടത്. അതെ, നമ്മളായിരിക്കണം സ്വാധീനം ഉണ്ടാക്കേണ്ടത്. അതെ, അവരുടെ സ്വാധീനം ഇങ്ങോട്ടല്ല, നമ്മുടെ സ്വാധീനം അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു കലക്കം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കണം. അതെ അതെ, അപ്പോഴത്തേക്കും ആ സിസ്റ്റമേ അങ്ങ് ബ്രേക്ക് ആവാൻ തുടങ്ങി. ഇപ്പോൾ ഫാമിലിയിൽ ഇതിനകത്ത് സർക്കിളിനകത്ത് സംഭവിച്ചത് സൊസൈറ്റിയിൽ സംഭവിക്കണം. അതെ, സൊസൈറ്റിയിൽ സംഭവിച്ചത് നമ്മുടെ ദേശത്ത് സംഭവിക്കണം, നമ്മുടെ ദേശത്ത് സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കണം, പിന്നെ അതിപ്പോൾ എല്ലാം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറണം. സോ ഇങ്ങനെ ഒരു വ്യക്തിക്ക് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളാണ് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത്, ഇതിഹാസ പുരുഷന്മാരാകുന്നത്. സോ മഹാത്മാഗാന്ധി ഇന്നും സല്യൂട്ട് ചെയ്യാൻ കാരണം, അബ്ദുൾ കലാമിനെ ഇന്നും സല്യൂട്ട് ചെയ്യാൻ കാരണം അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടാണ്. ഇന്ന് നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരുപാട് നെഗറ്റിവിറ്റി പറയുന്നുണ്ട് അല്ലേ, പക്ഷെ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇത്രയും സമ്മതനായ ഒരു വ്യക്തി ലോകരാജ്യങ്ങളിൽ വേറെ ഇല്ല, ഒരു ലീഡർ ഇല്ല. സോ ഈ നമ്പർ 1 പൊസിഷനിലേക്ക് മോദിജി വരാനുള്ള കാരണം ഹീസ് ഡിഫറെൻറ്റ്, ഹീസ് ആൻ ഇൻഫ്ലുവൻസർ. അദ്ദേഹത്തിനും ഈ മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാം. അങ്ങനെയുള്ള വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ.